പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് വിഭവമായ ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. നമുക്കൊരു വേഗം പോവാം. നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ചിക്കനിലേക്കാണ് പോവാം. നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ ബ്രസ്റ്റില്ലേ, ഇത് ബോൺലെസ് ആണ്. ഇത് ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ആക്കുക. ഇതിപ്പോൾ എന്തൊരു ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അഴക്കി കിട്ടുന്ന കയറില്ലേ, അതിൻ്റെ അത്രയ്ക്ക് ഒരു ചെറുവിരലിൻ്റെ ഏകദേശം നീളത്തിൽ കേട്ടോ. അങ്ങനത്തെ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് 300 ഗ്രാമാണ് നമ്മുടെ അടുത്ത് തോന്നുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഓരോ സാധനങ്ങൾ ചേർക്കാൻ പോവാണ്. ഈ സാധനം കണ്ട, ഇത് കാനഡയിൽ നിന്ന് ഒരാളെനിക്ക് അയച്ചതാണ്. ഇതെന്തൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അളവ് ടീസ്പൂണുകളാണ്. ഇതിങ്ങനെ ഊരാം കണ്ട, 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അളവ് ടീസ്പൂണുകൾ. ഇതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതിലേക്ക് അളന്നിടാൻ പോകുന്നത് കേട്ടോ, ടീസ്പൂണുകൾ. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, മൈദയിലേ അതൊരു ടീസ്പൂൺ, പിന്നെ ഒരു കോഴിമുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത്, നന്നായി ചതച്ചത് ഇടാം. ഒരുമിച്ചാക്കി ഇതിലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്തു. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമ്മളിത് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടാ നമുക്ക് ഇതിനെ വറുക്കാം. നമ്മൾ ചിക്കൻ വറുക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഈ പാത്രം നമുക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നാണ് കേട്ടോ. പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ, നമുക്ക് വറുക്കാനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടായി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാം. ഓരോന്നും വേറെ വേറെ ഇട്ടിട്ടോളാം, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. ഇതിൻ്റെ ഉള്ളിലേ എല്ലില്ലാത്ത കാരണം വേഗം തന്നെ ആയുള്ളൂ കേട്ടോ. ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി എടുക്കുക. എല്ലാം ഒറ്റയ്ക്ക് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും കേട്ടോ. ഇത് ഇതണ്ട ഒട്ടി പിടിക്കണ്ട. അപ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് വേറെ വേറെ എഡിറ്റ് ചെയ്യുന്നത്. നമ്മളിത് ആക്കുന്നത് ഭയങ്കര കളർ ഉണ്ടാവില്ല, കാരണം നമ്മൾ മുളക് പൊടി കുറച്ചാണ് ഇട്ടുകൊണ്ടത്. ഈ മറ്റേ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ടുകൊണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനെന്താ കളറില്ല എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. കളർ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. കുരുമുളക് പൊടിക്ക് പകരം മറ്റേ ഈ കാശ്മീരി മുളക് പൊടി കൂടുതലിട്ടാൽ മതി. അപ്പോൾ നല്ല റെഡ് കളറാവും. നമുക്കതിൻ്റെ കളറിലൊരു കാര്യമില്ല കേട്ടോ. 2 സ്റ്റെപ്പ് വറക്കാണ്ട് കേട്ടോ. വല്ലാണ്ട് കൂടുതലും മൈദയും കോൺഫ്ലവറും ഇടരുത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. വെറുതെ ഇതിനെ കണ്ടമാനം പൊതിഞ്ഞ് കൊടുത്തിട്ടൊരു കാര്യമില്ല. വെയിൽ വന്ന് തുടങ്ങി. വെയിൽ നമുക്ക് വിഷയമൊന്നുമല്ല കേട്ടോ. മുരിഞ്ഞ് വരണല്ലോ കേട്ടോ. ആയി വരണല്ലോ. ഇത് കാണുമ്പോൾ ഒരു കളറായിട്ടുണ്ട്, പക്ഷേ അതായിട്ടില്ല. അപ്പോൾ ഒരു ചിക്കൻ്റെ വേണമെങ്കിൽ എടുത്ത് നോക്കി നോക്കാം എങ്ങനെയായിട്ടുണ്ടോന്ന് കേട്ടോ. സാധനം ആയിട്ടാ നമുക്കിത് കോരിയെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കോരിയെടുത്തു. നമുക്കിനി അടുത്തിടാം. നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് വറുത്ത് കോരി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള പണിക്ക് പോകാം. നമ്മൾ ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ചിക്കൻ വറുത്ത ഓയിലില്ലേ, സൺഫ്ലവർ ഓയിൽ, അതിൽ നിന്ന് ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിപ്പോൾ ഈ ഓയിൽ ചൂടാകുമ്പോൾ ഒരു 5-10 അണ്ടിപ്പരിപ്പ് എനിക്കിടാം. ഒന്ന് വറുത്ത് പോരാൻ കേട്ടോ. വെറുതെ ഒരു ബ്രൗൺ കളറ്. ഇനി ഇതിലേക്ക് ഒരു സബോള ഇടാം, കൊത്തിയരിഞ്ഞത് കേട്ടോ.
തീ സാധാരണ പോലെ കത്തിച്ചാൽ മതി. സിമ്മിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തീ മതി ഇതാ. സവാള ചെറുതായിട്ട് വാടുമ്പോൾ 2 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത് ഇടാം. പിന്നെ ഒരു 5-10 വെളുത്തുള്ളി ഇല്ലേ, അതിങ്ങനെ കുനുകുനുന്നരിഞ്ഞിടാം. ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കുനുകുനുന്നരിഞ്ഞിടാം. ഒരിളക്കാം. ഇത് ഇത്തിരി വാടുമ്പോൾ സാലറി വാങ്ങിക്കാൻ കിട്ടും. സാലറി അത് ഇങ്ങനെ അരിഞ്ഞത് കുറച്ച് ഒരു വലിയതുണ്ട്, അതിലേക്കിടാം. ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയൊക്കെ അതൊക്കെ ഒന്ന് മൂത്തു, അതിൻ്റെ പച്ചമണം പോയി. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിക്കുക, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. അല്പം കഴിയുമ്പോൾ ഒരു 3-4 ടീസ്പൂൺ ചൂടുവെള്ളം, തിളച്ച വെള്ളം കേട്ടോ, അത് ഇരിക്കും ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, തിളച്ച വെള്ളം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വയ്ക്കുക കേട്ടോ. സവോള കഷ്ണങ്ങളാണ് കേട്ടോ. ഇപ്പോൾ തിളച്ചിടങ്ങി തിളയ്ക്കുമ്പോൾ ഈ സാധനം തിളയ്ക്കുമ്പോൾ കലക്കി വെച്ച് കോൺഫ്ലവറില്ലേ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇളക്കുക. കളിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ പാത്രം കൊണ്ട് ഇളക്കണ സൗണ്ട് കേൾക്കാം. ഇത് നന്നായി കുഴഞ്ഞു വരണം. ഇങ്ങനെ ഈ ചിക്കനായിട്ട് ചേർക്കാം. ഒരു തട്ടുകടയുടെ പ്രതീതി തോന്നിക്കില്ലേ കാണുമ്പോൾ? ഇപ്പോൾ നന്നായി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് താഴെ തേനില്ലേ അത് ഒഴിക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം പാടില്ലോട്ടാ. എന്നിട്ട് ഒന്നിളക്കാം. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് നേരത്തെ വറുത്ത് പോയില്ലേ അത് ഇതിൻ്റെ മീതെ. ഇത് അണ്ടിപ്പരിപ്പ് നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ, ഇത് ഇടാം. ഇനി നമുക്കിത് പാത്രത്തിലേക്കാക്കാം. ടേസ്റ്റ് എടുക്കണം കേട്ടോ ഈ സാധനം. എടുത്ത് വെച്ചിട്ടുണ്ട്. ജഗ്ഗു സ്കൂളിൽ പോയിരിക്കാണ്. അപ്പൊ നമ്മൾ ഉച്ചരിഞ്ഞുണ്ടാക്കാം. അതല്ല, നമ്മള് ഉച്ചരിഞ്ഞുണ്ടാക്കാം. ജഗ്ഗു വരുന്ന സമയത്തേക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ മഴയായിരിക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ സരിത ആദ്യം കഴിച്ചോ. 1 ടീസ്പൂണുള്ളോ? 1 ടീസ്പൂൺ മതിയില്ല. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ 1 ടീസ്പൂൺ മതി ഇല്ല. ഞാനും കഴിക്കുന്നു കേട്ടാ. ഈ ചൈനീസ് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനത്തെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ജഗ്ഗുവിനും ഇഷ്ടമാവും. ഈ സോസും ഇതും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ടേസ്റ്റ് ഉണ്ട്. അതെ, ഇത് ടേസ്റ്റ് എപ്പോഴാന്ന് അറിയും. നമ്മൾ വെറുതെ വറുത്ത് കോരി എടുക്കില്ലേ, അതിന് തിന്നാൻ നല്ല രസമാണ്. കൂടുതൽ അതായത് ചട്നി സോസ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമില്ല. അതായത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കിയത് ഇഷ്ടം. രുചി എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതായത് എനിക്ക് ഇത് ഇഷ്ടപ്പെടാം, അല്ല സരിതയ്ക്ക് ഇഷ്ടപ്പെടാം, എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലാണ്ട് ഇപ്പം നമുക്കൊരു ഹോട്ടലിൽ മറ്റിടത്ത് പോയിട്ട് ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നാവിൻ്റെ രുചി വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്.
അപ്പം നമ്മൾ വീട്ടിലേക്ക് ഞായറാഴ്ചകളിൽ ചിക്കനൊക്കെ വാങ്ങിക്കില്ലേ, അപ്പം അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കാം അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ. ഈ ചില്ലി സോസ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ മുളക് പൊടി ഉപയോഗിച്ചോ, മനസ്സിലായ. പിന്നെ ഈ സാലറി ഇല്ലെങ്കിൽ വേപ്പിലിട്ടിട്ടും പരീക്ഷിച്ച് നോക്കണ്ട. വേപ്പിലിടരുത്. നമ്മുടെ കേരളീയ ശൈലിക്ക് മാറ്റാന്ന്. വേപ്പില കൊത്തിയരിഞ്ഞ് വെച്ചോ, ആരും കാണരുത് മാത്രം. അതൊന്നും ശരിയാവില്ല. വേപ്പിലയുടെ ആ സ്മെല്ല് വരും. ഞാൻ വെറുതെ പറഞ്ഞാ സാധനം എങ്ങനെ അടിപൊളിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിക്കുന്ന കണ്ടാൽ മനസ്സിലാവില്ലേ? അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, കഥകളില്ല, ചൈനയിൽ കഥകളില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.